ഓക്കെ, നമുക്ക് എന്തായാലും ആദ്യ സെമിയിലെ രണ്ട് ടീമുകളിൽ തുടങ്ങാം. നമ്മൾ പ്രധാനമായും ഇന്ന് രണ്ട് ടീമുകളുടെയും ഓരോരോ ടീമുകളുടെയും ശക്തിയും ദൗർബല്യങ്ങളും സംസാരിച്ച് പോകാമെന്ന് തോന്നുന്നു. കാരണം സെമി ഫൈനലിലേക്ക് അടുക്കുകയാണ്. ആദ്യം നമുക്ക് സ്പെയിൻ ഫ്രാൻസ് മത്സരത്തിലേക്ക് പോകാം. സ്പെയിനും ഫ്രാൻസും ആദ്യം ഞാൻ നിലവിലെ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ഫ്രാൻസിനെ എടുക്കാം. ബിനോ ജോർജ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഫ്രാൻസിന്റെ കരുത്ത്, അവരുടെ വേഗം, ഒപ്പം കൗണ്ടർ അറ്റാക്കിലുള്ള ട്രാൻസിഷൻസ്, ഇതൊക്കെയാണ്. എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട പോസിറ്റീവ്സ് ആയി തോന്നുന്നത്? മാത്രമല്ല ഈ നെഗറ്റീവ്സിൽ അവരുടെ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഡിഫൻസ്, അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ലേ? അത്ര ക്ലീൻ ആണ് ഈ പറയുന്ന പോലെ ഫ്രാൻസ്? അല്ല, താങ്കള് സൂചിപ്പിച്ച പോലെ തന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റുള്ള ടീമുകളുടെ പോലെയല്ല ഫ്രാൻസ്. അവര് ഡയറക്റ്റ് അറ്റാക്കാണ്. അത് മാത്രമല്ല, അവരുടെ ഓരോ കളി നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഷോട്ട് ഓൺ ടാർഗറ്റ് വളരെയധികം കൂടുതലാണ്. അതായത് സ്പെയിൻ ആയിക്കോട്ടെ, അർജന്റീന ആയിക്കോട്ടെ, ഇവരൊക്കെ ബോൾ പൊസഷൻ വെച്ചിട്ട്, അതായത് അറ്റാക്കിംഗ് തേർഡിൽ വന്ന് മിക്ക ടീമുകളും ഒരു ഡീപ്പ് ഡിഫൻസ് കളിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ കിടന്നിട്ട് ഒരു ടിക്കറ്റാക്ക സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ബോൾ പൊസഷൻ വെച്ച് കളിക്കുന്നതാണ് നമ്മൾ കൂടുതൽ കാണാൻ നമുക്ക് സാധിച്ചത്. പക്ഷെ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഡെംബെല്ലെ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എംബാമ്പി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓജി ആയിക്കോട്ടെ, ഇവരൊക്കെ ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ്. ഡയറക്റ്റ് പോസ്റ്റിലേക്ക് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഷോട്ടുകളാണ് പോസ്റ്റിലേക്ക്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ അറ്റാക്കിന്റെ എൻ്റെ മനസ്സിൽ ഞാൻ കാണാൻ എനിക്ക് സാധിച്ചത്. ബാക്കിയുള്ള ടീമുകൾ എന്ന് പറയുന്നത് കൂടുതൽ എന്താ പറയാ, പൊസഷൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ടിക്കറ്റാക്ക പണ്ട് തുടങ്ങിയ സമയത്ത് ഭയങ്കരമായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ ടീമുകളും ഓരോ കോച്ചുമാരും അതെങ്ങനെ ബ്ലോക്ക് ചെയ്യാം, അതിനെങ്ങനെ നശിപ്പിക്കാം എന്നുള്ള രീതി അവർ കണ്ടുപിടിച്ചു. അപ്പോൾ കൂടുതൽ ഷോട്ട് ഓൺ ടാർഗറ്റും കൂടുതൽ ഷൂട്ടുകളും പോസ്റ്റിലേക്ക് വരുന്നത്, അതായത് പെട്ടെന്ന് 1-2 നേരെ പോസ്റ്റിലേക്കാണ് അറ്റാക്ക് പോകണം. അപ്പൊ ഗോളുകൾ കൂടുതൽ കിട്ടാൻ ചാൻസ് അതിലാണ്. പിന്നെ നമുക്ക് ഇവിടെ 3 ഗോള് കിട്ടിയാലും 4 ഗോള് തിരിച്ചടിക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് അവിടെ കാണിക്കണത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റൈറ്റ്. പക്ഷെ അപ്പോഴും അവിടെയുള്ള സംശയം, ഈ ഫ്രാൻസ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു, പക്ഷെ അവർക്ക് ഓപ്പോസിറ്റ് വരുന്നത് സ്പെയിനാണ്. സ്പെയിൻ കൂടുതലും പന്തിൽ ഡൊമിനൻസ് കീപ്പ് ചെയ്യുന്ന ഒരു കളിയാണ് പ്രകടമാക്കുന്നത്. പഴയ ടിക്കറ്റാക്കിയല്ല, പക്ഷെ ഒരു ബോൾ പൊസിഷൻ, കൂടുതൽ പന്ത് കൈവശം വെച്ച് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് ടൈപ്പ് ഓഫ് മാച്ച്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സ്പെയിൻ ഒരു പക്ഷേ ഈ ഫ്രാൻസിന്റെ എംബാപ്പേനെയും അല്ലെങ്കിൽ ഡെംബലെയും ഒക്കെ നന്നായി ഓടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ പന്ത് നിയന്ത്രിക്കുന്നതിൽ മുന്നിൽ നിൽക്കുമ്പോൾ ഫ്രാൻസിനെ നല്ല പെടാപ്പാട് ഓടിപ്പിക്കാനുള്ള സാധ്യതയില്ലേ? അതൊരു പ്രശ്നമായി മാറാൻ സാധ്യതയില്ലേ ദശാംശന്?